ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി 525.5 കോടി രൂപയുടെ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനം സമർപ്പിച്ച 16 പ്രോജക്റ്റുകൾക്കായാണ് വായ്പാ തുക അനുവദിച്ചത്. ഈ സാമ്പത്തിക വർഷം തന്നെ ചെലവഴിക്കണമെന്ന നിബന്ധനയോടെയാണ് തുക നൽകിയത്. 1.5 മാസം കൊണ്ട് ചെലവഴിക്കുക എന്നത് അപ്രായോഗികമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് 2000 കോടി രൂപയുടെ സഹായം പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിനാണ് 529.5 കോടി രൂപയുടെ വായ്പ ലഭിച്ചത്. സർക്കാർ തയ്യാറാക്കി സമർപ്പിച്ച 16 പ്രൊജക്ടുകൾക്ക് തന്നെയാണ് വായ്പയായിട്ടാണെങ്കിലും പണം അനുവദിച്ചത്. സഹായം ലഭിക്കുന്ന പദ്ധതികൾക്ക് തുല്യമായ മറ്റു പദ്ധതികൾ പാടില്ല എന്നീ നിബന്ധനകളോടെയാണ് കേന്ദ്ര സർക്കാർ വായ്പ നൽകിയിരിക്കുന്നത്. മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത്. മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പകൾക്ക് പലിശയില്ല. 50 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഈ മാസം 11-നാണ് വായ്പാ സഹായം അനുവദിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. 24 പുറത്തുവിട്ട വാർത്തയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. ഇത്രയും തുക മാർച്ച് 31-നകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സാധാരണ നിങ്ങൾക്കെല്ലാം ഊഹിക്കാം എത്ര ചെറിയൊരു തുകയായപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ UC കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ടൗൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡുകളും പാലങ്ങളും നിർമ്മിക്കൽ, ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ 16 പദ്ധതികൾക്കാണ് വായ്പാ സഹായം ലഭിച്ചിരിക്കുന്നത്. മുണ്ടക്കൈയിലെ സർക്കാർ LP സ്കൂളിന് സമീപത്തെ 8-ാം നമ്പർ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ചെലവൊഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും മുഴുവൻ തുകയും ലഭിച്ചു. സഹായം വായ്പയാക്കിയതിനെ കോൺഗ്രസ് വിമർശിച്ചു. ഞങ്ങൾ വായ്പയായി കുറേ വർഷം അങ്ങ് നീട്ടിപ്പിടിച്ച് വായ്പ തരാം എന്നുള്ളതാണ്. അത് ഫെഡറലിസത്തിന് യോജിക്കുന്നതല്ല. അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള നിലപാടാണ്. വായ്പയാണെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്ത് ലഭിക്കുന്ന പ്രധാന സഹായമാണിത്. എന്നാൽ സമഗ്ര പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെടുന്ന തുക ഇനിയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.